തുടർച്ചയായ 7ാം ട്രേഡിംഗ് സെഷനിലും അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. നാസ്ഡാക്ക് 1.18% S&P 1.02% ഉയർന്നു. യൂറോപ്യൻ ഇൻഡിസസിൽ ഡാക്സും CACയും ഫഡ്സയും ഹയർ സൈഡിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് നൽകിയത്. ഡാക്സ് 0.93%, CAC 0.86%, ഫഡ്സെ 0.66% ഉയർന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലും ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റും ഒരു പോസിറ്റീവ് നോട്ടോടുകൂടി പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത്. പ്രധാനമായും IT സെക്ടറിലെ സ്റ്റോക്കുകളെയാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ടത്. TCSന്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരുന്നുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായിട്ടുള്ള പ്രീ ക്വാർട്ടർലി റിസൾട്ട് അപ്ഡേറ്റുകൾ നമ്മൾ പരിശോധിച്ചാൽ ഒരു മൈൽഡ് അല്ലെങ്കിൽ സോഫ്റ്റ് ക്വാർട്ടർലി റിസൾട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഡെക്സിൽ ചിലപ്പോൾ കറക്ഷൻ വന്നേക്കാമെന്നും പല അനലിസ്റ്റുകളും പറയുന്നു. 24,400 ഇൻഡെക്സിൻ്റെ പ്രധാന റെസിസ്റ്റൻസും 24,270 പ്രധാന സപ്പോർട്ടുമായി പ്രവർത്തിക്കുന്നു. 24,270 എന്ന സപ്പോർട്ട് ബ്രേക്ക് ആവുകയാണെങ്കിൽ 24,100, 24,000 തുടങ്ങിയ ലെവലുകളായിരിക്കും മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി മാറുക. ബ്രന്റ് ക്രൂഡിൻ്റെ വില 1% ഉയർന്ന് $85.47 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയർന്നു. കഴിഞ്ഞ ദിവസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ 584 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 1,416 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് സുല വൈനിയാർഡിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നു. കമ്പനിയുടെ തന്നെ ഏറ്റവും മികച്ച ഫസ്റ്റ് ക്വാർട്ടർ നെറ്റ് റവന്യൂവും ഓൺ ബ്രാൻഡ് റവന്യൂവും ഉയർന്ന ക്വാർട്ടർലി റിസൾട്ട് അപ്ഡേറ്റാണ് കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത്. നെറ്റ് റവന്യൂ 9.7% ഇയർ ഓൺ ഇയറിൽ ഉയർന്ന് 130 കോടിയായി മാറി. ടൂറിസം റവന്യൂ 2.5% വർദ്ധിച്ച് 11.3 കോടിയായി മാറി. ഓൺ ബ്രാൻഡ് റവന്യൂ 2.7% വർദ്ധിച്ച് 104 കോടിയായി മാറി. സാറ്റിൻ ക്രെഡിറ്റ് നെറ്റ്വർക്ക് എന്ന കമ്പനിക്ക് ആസ്ട്രിയൻ ബേസ്ഡ് കമ്പനിയിൽ നിന്നും അല്ലെങ്കിൽ ആസ്ട്രിയൻ ബേസ്ഡ് ഇൻവെസ്റ്ററിൽ നിന്നും 15 മില്യൺ യൂറോസിൻ്റെ ഡെപ്റ്റ് ഫണ്ടിംഗ് ലഭിച്ചിട്ടുണ്ട്. ട്രെൻഡ് എന്ന കമ്പനി ഹരിയാനയിലെ ഫരീദാബാദിൽ 229ാമത്തെ പുതിയ സ്റ്റോർ ഓപ്പൺ ചെയ്തു. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഇന്ത്യയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ആയിരുന്നു ബുധനാഴ്ച. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗിൽ കമ്പനിയുടെ ബോറോവിംഗ് ലിമിറ്റ് 12,000 കോടിയിൽ നിന്നും 15,000 കോടിയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഈ കമ്പനിയുടെ 7.85% സ്റ്റേക്കുകൾ ഓഫർ ഫോർ സെയിൽ അല്ലെങ്കിൽ OFS വഴി വിറ്റഴിക്കുകയാണ്. 810 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിസ്കൗണ്ട് പ്രൈസിലാണ് OFS ആരംഭിക്കുന്നത്. ജൂലൈ 11 തീയതിയും ജൂലൈ 12 തീയതിയുമാണ് OFS. നോൺ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ജൂലൈ 11 തീയതിയും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ജൂലൈ 12 തീയതിയുമാണ് OFS. GE പവർ ഇന്ത്യ എന്ന കമ്പനിയിൽ ചില റീഷഫ്ലിംഗ് അല്ലെങ്കിൽ ബിസിനസ് റീഷഫ്ലിംഗ് നടക്കുന്നുണ്ട്. കമ്പനിയുടെ ഹൈഡ്രോ ബിസിനസ്സിനെ GE പവർ ഇലക്ട്രോണിക്സിന് കീഴിലും ഗ്യാസ് പവർ ബിസിനസ്സിനെ GE റിന്യൂവബിൾ എനർജി ടെക്നോളജിക്ക് കീഴിലും മാറ്റാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സിൻ്റെ മന്ത്ലി ഗ്രോസ് കളക്ഷൻ ഡാറ്റ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ജൂൺ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്രാവശ്യം ജൂൺ മാസത്തിൽ കളക്ഷൻ 35% ഉയർന്ന്, അതായത് ടോൾ വഴിയുള്ള കളക്ഷൻ 35% ഉയർന്ന് 517 കോടിയായി മാറി. ബജാജ് ഹെൽത്ത് കെയർ എന്ന കമ്പനി 137 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രിഫറൻഷ്യൽ ഇഷ്യൂ വഴിയുള്ള ഫണ്ട് റേസാണ് ബജാജ് ഹെൽത്ത് കെയറിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ശ്രദ്ധിക്കാവുന്ന റെയിൽവേ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് IRCTC. ഡൽഹി മെട്രോ ട്രാവലേഴ്സിൻ്റെ ട്രാവൽ എക്സ്പീരിയൻസ് ഉയർത്തുന്നതിന് വേണ്ടി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ, സെൻട്രൽ റെയിൽവേ ഇൻഫർമേഷൻ സെൻറ്റർ, IRCTC എന്നിവ ചേർന്ന് ഓൺ ഇന്ത്യ ഓൺ ടിക്കറ്റ് എന്ന പേരിൽ ഒരു ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏഷ്യൻ പെയിൻറ്റ് അതിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഏകദേശം 1% വില വർധനവ് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ജൂലൈ 22 തീയതി മുതലായിരിക്കും പുതിയ വില വർധനവ് വരിക. ഇതിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുകയും ചെയ്തു. ഓറിയാന പവർ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. രാജസ്ഥാനിൽ 40 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 185 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഇന്ന് ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ 2 സ്റ്റോക്കുകളെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്ന് കേസോറാം ഇൻഡസ്ട്രീസും രണ്ടാമത്തേത് ടാറ്റ എലാക്സിയും. 2 കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. കേസോറാം ഇൻഡസ്ട്രീസിൻ്റെ റവന്യൂ 12% ഇടിഞ്ഞ് 999 കോടിയിൽ നിന്നും 879 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ എബിറ്റ 105 കോടിയിൽ നിന്നും 70 കോടിയിലേക്ക് ഇടിയുകയും എബിറ്റയിൽ 32.8% ഇടിവ് വരികയും ചെയ്തു. എബിറ്റ മാർജിൻ 10.5% നിന്നും 7.9% ഇടിയുകയും നെറ്റ് ലോസ് 32 കോടിയിൽ നിന്നും 62 കോടിയായി ഉയരുകയും ചെയ്തു.
ടാറ്റ എലക്സയുടെയും ക്വാർട്ടർലി റിസൾട്ട് തികച്ചും നിരാശാജനകമാണ്. 922 കോടി രൂപയുടെ പ്രോഫിറ്റ് 922 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 926 കോടി രൂപയുടെ റവന്യൂ ഉയർന്നെങ്കിലും റവന്യൂവിൽ വളരെ വലിയ രീതിയിലുള്ള വർധനവ് കാണാൻ സാധിക്കുന്നില്ല. അതേസമയം പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 6.5% ഇടിയുകയും ചെയ്തു. 198 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 184 കോടി രൂപയുടെ പ്രോഫിറ്റാണ് നേടിയത്. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 197 നിന്നും പ്രോഫിറ്റ് 6.5% ഇടിഞ്ഞ് 184 എബിറ്റ മാർജിൻ 25.8% നിന്നും 24.3% ഇടിയുകയും എബിറ്റ 233 കോടിയിൽ നിന്നും 225 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 7.36% കൂപ്പൺ റേറ്റിൽ ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് ഇഷ്യൂ ചെയ്ത് 10,000 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്